ആ ഭീതിയുടെ ആവാസ വ്യവസ്ഥയ്ക്കൊപ്പം തന്നെ നിങ്ങൾ ഈ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും ആത്മവിശ്വാസവും ചെറുതല്ല. അവർക്ക് എന്ത് കുറ്റകൃത്യം ചെയ്താലും സംരക്ഷിച്ച് പിടിച്ചുകൊള്ളാൻ ഈ ചെങ്കുടി തണലുണ്ട് എന്നുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ ഈ ശുഭ്രപതാകയുടെ തണലുണ്ടെന്നൊരു ആവേശം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് CBIയുടെ കുറ്റപത്രത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന കൃത്യങ്ങളെ പരാമർശിച്ചിരിക്കുന്നു നോക്കൂ. നമുക്ക് കണ്ണീരണിഞ്ഞുകൊണ്ടല്ലാതെ ഇത് വായിച്ചെടുക്കാൻ കഴിയുമോ? പാരഗ്രാഫ് 16-11 അദ്ദേഹത്തെ എത്ര ക്രൂരമായിട്ടാണ് നിങ്ങളുടെ മുന്തിയ നേതാക്കൾ, യൂണിയൻ ഭാരവാഹികൾ ക്രൂരമായി മർദ്ദിക്കുകയും നഗ്ന ശരീരരായി നിർത്തിക്കൊണ്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്യുന്നത്. SFIയുടെ ഭാരവാഹിയാണ്. റാഗിംഗ് തടയണമെന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പാർട്ടി ക്ലാസ് എടുത്ത് കൊടുക്കുന്ന നേതാവ് തന്നെ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കുഴഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് അലോഷ്യസ് പറയുന്നത്. അല്ല അങ്ങനെയല്ല. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനകത്ത് ഒരു ഘട്ടത്തിലും അവിടെ നടന്നിട്ടുള്ള ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയോ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ള സംഘടനയല്ല SFI. ഞങ്ങളതിനെ തള്ളിപ്പറഞ്ഞ ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെ പുറത്താക്കുമ്പോൾ ഇവരതിൻ്റെ ഭാഗമായി എന്നുള്ളതിനോടൊപ്പം തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇങ്ങനൊരു ക്രൂരകൃത്യം നടന്നു, അത് എന്തുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല. ആ തയ്യാറായിട്ടില്ല എന്നുള്ളതടക്കം വലിയ ക്രിമിനൽ പ്രവൃത്തിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആ നിലയ്ക്കുള്ള ഒരു ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു ഭയത്തിൻ്റെ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി SFI തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നേരത്തെ അലോഷി ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഈ പറഞ്ഞ നേരത്തെ അവിടെ യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോയ ജില്ലാ ഭാരവാഹിയെ അവിടുത്തെ SFIക്കാർ മർദ്ദിച്ചു എന്നുള്ളത്, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നടന്നിട്ടില്ല. ഒരു ജില്ലാ ഭാരവാഹിയെ മർദ്ദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നിലയിലുള്ള പ്രതിഷേധ പരിപാടിയായിരിക്കും കേരളത്തിനകത്ത് KSU സംഘടിപ്പിക്കാൻ വേണ്ടി പോവുക? ആ നിലയ്ക്കുള്ള എന്തെങ്കിലും നടന്ന ഒരു ഫ്ലാഷ്, ഒരു ജില്ലാ ഭാരവാഹിയെ ക്യാമ്പസിനകത്ത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന മാധ്യമ വാർത്ത ഏത് നിലയിലായിരിക്കും? നമ്മൾ അരുൺകുമാർ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, ഈ 2 വർഷ കാലയളവിനിടയിൽ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ നിലയ്ക്കുള്ള ഒരു വിവരവും നമ്മൾ ആരും ഇതിന് മുൻപ് കേട്ടിട്ടേ ഇല്ല. ഈ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒന്ന്. ഇനി സംരക്ഷണം എന്ന് പറയും, ഞങ്ങൾ എന്ത് സംരക്ഷണം കൊടുത്തത്? ഞങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ടായി, അവരെ പുറത്താക്കി, അവർക്ക് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സംരക്ഷണ കവചം ഒരുക്കുന്നതിൻ്റെയും കൊടിത്തണൽ ഒരുക്കുന്നതിൻ്റെ അനുഭവം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ? ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ധീരജ് കൊലക്കേസിനകത്തെ 1-ാം പ്രതി നിഖിൽ പൈരിയെ കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാക്കിയത്, 2-3 പ്രതികളെ പിടിച്ച് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്കിയതും സംസ്ഥാന സെക്രട്ടറി ആക്കിയതും ഈ അലോഷിയുടെ കമ്മിറ്റിയിലാണ്. അലോഷിയുടെ സഹപ്രവർത്തകരാണ് ധീരജിന്റെ കൊലക്കേസിനകത്തെ 2, 3, 4 പ്രതികൾ. അപ്പൊ ആ ആളുകൾ വന്നിരുന്ന് SFI സംരക്ഷണ കവചം കാപട്യമുണ്ട്. ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ക്യാമ്പസിനകത്ത് അല്ല, ഈ വിഷയം തന്നെ സംസാരിക്കും അലോഷി. ഈ വിഷയം സംസാരിക്കുന്നതിനകത്ത് ഒരു പേടിയില്ല. നിങ്ങൾ ആവർത്തിച്ച് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കള്ളമുണ്ട്. ആ പച്ചക്കള്ളം പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. ആ പച്ചക്കള്ളം പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആവർത്തിച്ച് ഈ നാടിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നുണകൾ, ആ നുണകളെ ഈ നാട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എങ്ങനെയെല്ലാം തെറ്റായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതായിരുന്നു. ആ ശരീരത്തെ, ആ മൃതശരീരത്തെ കൊത്തിവലിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്. ആ വിദ്യാർത്ഥിയുടെ നീതി ആയിരുന്നില്ല ഇവിടുത്തെ KSUവിന്റെ ലക്ഷ്യം. എങ്ങനെ ഒരു മരണത്തിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്ന നിലയ്ക്ക് കഴുകൻ കണ്ണുകളോടെ പ്രവർത്തിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലും നിങ്ങൾ ആവർത്തിച്ച് അതൊരു കൊലപാതകമാണെന്നും എങ്ങനെയെങ്കിലും SFI അതിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടി എങ്ങനെ ന്യായീകരിക്കാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് 1-ാം പ്രതിയായ ഒരു കേസാണെന്നിരിക്കട്ടെ, KSU ഭരിക്കുന്ന ഒരു ക്യാമ്പസ് ആണെന്നിരിക്കട്ടെ, ആ യൂണിയന്റെ ഭാരവാഹികൾ 4 പേർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മരണത്തിന്റെ വാർത്ത പുറത്തു വന്നാൽ SFI എങ്ങനെയാണ് പ്രതികരിക്കുക? KSUവിന് ഇതിൽ ബന്ധമില്ലെന്നാണോ പറയുക? കൃത്യമായ ഔചിത്യത്തോടു കൂടി തന്നെ ആയിരിക്കും ഞങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക. വസ്തുതാവിരുദ്ധമായി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലും നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാകില്ല. വസ്തുത പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നാടിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയ്ക്ക് ഒരു മരണം ഉണ്ടായി, ഒരു ആത്മഹത്യ ഉണ്ടായി. ആ ആത്മഹത്യയുമായി ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു ബന്ധമല്ല. അതിനകത്തുള്ള 4 ആളുകൾ ഉൾപ്പെട്ടിരുന്നു. ആ ആളുകൾ ഉൾപ്പെടാൻ വേണ്ടി പാടില്ലാത്ത ആളുകളായിരുന്നു. ഇതേ രീതിയിൽ ആക്രമണം ഉണ്ടാവുന്നതെങ്കിൽ നമ്മളിത് വിശ്വസിക്കുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അവിടെ വിദ്യാർത്ഥികൾ അവരുടെ ക്രിമിനൽ കുറ്റകൃത്യം പ്രദർശിപ്പിച്ചു, അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ല.
ഈ സംഭവത്തെ തുടർന്ന് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നു. സമാനമായ രീതിയിൽ ഇതിനു മുമ്പും ഇവിടെ ആൾക്കൂട്ട വിചാരണ നടന്നു. SFI അറിഞ്ഞില്ലേ? ഇതേപോലെ ഒരു ക്യാമ്പസിൽ നിങ്ങളുടെ ജില്ലാ ഭാരവാഹികളടക്കം ഈ ക്യാമ്പസിൽ ഉണ്ടല്ലോ. അവരാരും ഈ വിവരം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തില്ലേ? നിങ്ങളുടെ സംസ്ഥാനത്തെ ഭാരവാഹികളടക്കം ഈ വിഷയം അറിയാതെ പോയോ? അപ്പോൾ ആ ക്യാമ്പസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പുറത്തു പറയാൻ കഴിയാതെ വലിയ മനുഷ്യാവകാശ പ്രശ്നം നേരിടുമ്പോൾ അതിനെ നിങ്ങൾ കണ്ടില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസായി എടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അത് നിങ്ങളുടെ പരാജയമാണ് ഒരു സംഘടന എന്ന നിലയിൽ. ആർഷോ, അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ചില പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഈ പറഞ്ഞ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അതിനകത്ത് ഉൾപ്പെട്ട ആളുകളിൽ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളതിനകത്ത് തർക്കമില്ലാന്നേ. ഞങ്ങൾ ആ വീഴ്ച ചെയ്യുന്ന ആളുകളാന്നേ. അനുവദിക്കില്ല. നാടിനകത്ത്